സെയിൽ നടക്കുന്നുണ്ട്, പക്ഷെ പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഒരുപാട് ബിസിനസ്സുകളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സെയിൽ നടക്കുന്നുണ്ട് പക്ഷെ പ്രോഫിറ്റ് കിട്ടുന്നില്ല. സെയിൽ നടന്നതുകൊണ്ട് പ്രോഫിറ്റ് കിട്ടില്ല. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രൈസ്, ആ പ്രൈസിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്തതാണ് പ്രോഫിറ്റ്, അല്ലെ? ഇതാണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തരം കോസ്റ്റ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ 500 രൂപക്ക് എടുത്തു, അത് നിങ്ങൾ 1000 രൂപക്ക് വിൽക്കുന്ന സമയത്ത് 500 രൂപ പ്രോഫിറ്റ് അല്ല, അവിടെ ഒരു ഓപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്, അത് ഹിഡൻ ആണ്. അതല്ലെങ്കിൽ ഓപ്പൺ ആണെങ്കിലും കാൽക്കുലേറ്റഡ് അല്ല. നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 500 രൂപക്ക് വാങ്ങിയാൽ നമുക്ക് അറിയാം, പക്ഷെ ഓപ്പറേഷൻ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? അത് മേ ബി ചിലപ്പോൾ 300 രൂപയായിരിക്കാം. ഈ 300 രൂപ നമ്മുടെ ടോട്ടലി അവിടുത്തെ പീപ്പിളിന്റെ സാലറി ആവാം, റെന്റ് ആവാം, അവിടുത്തെ ഇലക്ട്രിസിറ്റി, ഇങ്ങനെ സ്പേസ്, ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ഓപ്പറേഷൻ കോസ്റ്റ് വരുന്നത്. ഇതിനെയും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു 100 പ്രൊഡക്ട്സ് ഉണ്ടാവും, 100 കാറ്റഗറി ഐറ്റംസ് ഉണ്ടാവും, അതിൽ 50 നിങ്ങൾ സെല് ചെയ്യുന്നുണ്ടാവും, 50 ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഈ 50ന്റെ പ്രോഫിറ്റ് മറ്റതിന്റെ എക്സ്പെൻസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 100% നിങ്ങൾക്ക് നഷ്ടമായി വരും. അപ്പൊ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് കൃത്യമായ കാൽക്കുലേഷനിലൂടെ മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഏറ്റവും നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം. കൃത്യമായിട്ട് ഓരോന്നിന്റെ വരവ് ചെല്ലുക. കാരണം ബിസിനസ് എന്ന് പറയുന്നത് കണക്കാണ്. കണക്കില്ലെങ്കിൽ ബിസിനസ് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുക, എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് കോസ്റ്റ് എന്താണ്, എത്രത്തോളമാണ് എനിക്ക് ഇവിടെ ക്യാഷ് വരുന്നത്, എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത്. ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട്, നിങ്ങളിപ്പോ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുക. ആ ഓഡിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും.